+1 ജോയിൻ ചെയ്ത സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് എന്നൊക്കെ ഗ്രൂപ്പുകൾ എടുത്തപ്പോൾ ഓരോ ഗ്രൂപ്പിലുള്ള കുട്ടികൾക്കും പല പല കൺഫ്യൂഷൻസ് ആണല്ലേ. സയൻസ് എടുത്തൊരു വിചാരിക്കും ഇത്രയും നാളെ ഞാൻ കണ്ട സയൻസ് ഇതൊന്നും അല്ലല്ലോ എന്ന്. ഹ്യൂമാനിറ്റീസുകാർക്കോ ഏതൊക്കെ സബ്ജക്റ്റാണ് ഉള്ളതെന്ന് തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല. കൊമേഴ്സിലാണെങ്കിൽ എളുപ്പമാണെന്ന് വിചാരിച്ചെടുത്തവർക്ക് കുറെ അക്കൗണ്ടൻസിയും ഇക്വേഷൻസും ഒക്കെ ഉണ്ട്. അപ്പൊ മക്കളെ നമ്മൾ പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? തുടക്കം മുതലേ തന്നെ കൃത്യമായിട്ട് ഓരോ വിഷയത്തിനും നമ്മുടേതായ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ടൈം കഴിയുമ്പോഴേക്കും നമുക്ക് ഈ പ്രോസസ്സുമായിട്ടൊന്ന് യൂസ്ഡ് ആകാൻ പറ്റും. അപ്പൊ നമുക്ക് സബ്ജക്റ്റിനോടുള്ള ആ ഒരു പേടിയൊക്കെ മാറും. പുതിയതായിട്ട് പഠിക്കുമ്പോൾ ഈ ടെൻഷൻ എല്ലാവർക്കും ഉണ്ടെന്ന് മക്കൾ ഓർക്കണം. അപ്പൊ നമുക്ക് ആ ഒരു കാര്യത്തെ ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കൂടെയുള്ള എല്ലാവരും ഇതുപോലെ തന്നെ കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ പേടിക്കാതെ നമ്മൾ പഠിത്തത്തെ ഫേസ് ചെയ്യുക. ഡെയിലി നമ്മൾ ചെറിയ ചെറിയ നോട്ട്സ് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്കിവിടെ ഹൈബ്രിഡ് ട്യൂഷന്റെ ബാച്ചസും അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി.